ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയവർക്ക് അല്ലെങ്കിൽ രണ്ടാമതൊരു ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങി പല ഫീച്ചേഴ്സും നമുക്ക് എനേബിൾ ആകണമെങ്കിൽ നമ്മൾ പലവിധ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട്. അതായത് ഒരു ചാനൽ തുടങ്ങി അതിൽ പല ആക്സസ് എല്ലാം ലഭിക്കുന്നതിന് നമ്മൾ പലവിധ കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ സെറ്റ് ചെയ്യണം. ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ ഒരു പുതിയ ചാനലാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ചാനലിൽ പല ആക്സസ് എല്ലാം നേടിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി നമ്മൾ സെറ്റിംഗ്സ് എന്നതിലാണ് പോകേണ്ടത്. ഇവിടെ സെറ്റിംഗ്സ് എന്നതിൽ പോയാൽ ചാനൽ എന്നൊരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന ഈ ഫീച്ചേർഡ് എലിജിബിലിറ്റി എന്നതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്നാമതായി സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് എന്ന് ലഭിക്കുന്നുണ്ട്. എന്താണ് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സിൽ വന്നിരിക്കുന്നത്? വീഡിയോ അപ്ലോഡ്സ്, പ്ലേലിസ്റ്റ് ക്രിയേഷൻ, അതുപോലെ ആഡ് കൊളാബറേറ്റേഴ്സ് ടു പ്ലേലിസ്റ്റ്, അതുപോലെ ആഡ് ന്യൂ വീഡിയോസ് ടു എക്സിസ്റ്റിംഗ് പ്ലേലിസ്റ്റ്. ഇതെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അതായത് നമ്മുടെ ചാനലിന് ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് ഒന്നും വന്നിട്ടില്ല എങ്കിൽ ഇത്തരത്തിലുള്ള ആക്സസ് എല്ലാം നമുക്ക് ലഭിക്കും. എന്നാൽ ഇനി രണ്ടാമത്തെ ഇന്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. എന്താണ് ഇന്റർമീഡിയറ്റ് ഫീച്ചേഴ്സ്, അതുപോലെ ഇത് ആക്സസ് ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് നമുക്ക് ലഭിക്കുക എന്നെല്ലാം നോക്കാം. വീഡിയോ ലോങ്ങർ ദാൻ 15 മിനിറ്റ്സ്, 15 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതിന്, അതുപോലെ കസ്റ്റം തംബ്നെയിൽ എല്ലാം സെറ്റ് ചെയ്യുന്നതിന്, ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യുന്നതിന്, ഇതിനെല്ലാം ഇന്റർമീഡിയറ്റ് ഫീച്ചേഴ്സ് നമ്മൾ എനേബിൾ ചെയ്തിരിക്കണം. അതിനാൽ തന്നെ നിങ്ങൾ ഒരു പുതിയ ചാനൽ തുടങ്ങിയവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആക്സസ് ആദ്യം നിങ്ങളുടെ ചാനലിൽ ലഭിക്കില്ല. ഇത് നിങ്ങൾക്ക് ഫോൺ നമ്പർ വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ചാനലിന് ഈ ആക്സസ് എല്ലാം ലഭിക്കും. അപ്പോൾ എങ്ങനെയാണ് ഫോൺ നമ്പർ വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കണ്ടു നോക്കുക. ഇനി മൂന്നാമതായി വന്നിരിക്കുന്ന ഒരു ഫീച്ചറാണ്. ഇവിടെ നിങ്ങൾക്ക് മൂന്നാമതായി വന്നിരിക്കുന്നത് അഡ്വാൻസ്ഡ് ഫീച്ചർ എന്നൊരു ഓപ്ഷനാണ് ലഭിക്കുന്നത്. ഇത്തരത്തിൽ ഇവിടെയുള്ള ഈ അഡ്വാൻസ്ഡ് ഫീച്ചർ ആക്സസ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തെല്ലാം എന്ന് നോക്കാം. കൂടുതൽ ലൈവ് സ്ട്രീമിംഗ് എല്ലാം ചെയ്യാൻ സാധിക്കും. അതുപോലെ അപ്ലോഡ് ലിമിറ്റ്സ്, ഇത് കൂടുതൽ വീഡിയോസ് എല്ലാം ഡെയിലി നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇത് എനേബിൾ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ലിമിറ്റഡ് വീഡിയോസ് എല്ലാമാണ് ഡെയിലി അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന മറ്റൊരു ഫീച്ചറാണ് ക്രിയേറ്റ് മോർ ഷോർട്സ് ഡെയിലി. അതായത് കുറേ ഷോർട്സ് വീഡിയോസ് എല്ലാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആക്സസ് ലഭിച്ചിരിക്കണം. അതുപോലെ ലൈവ് സ്ട്രീമിംഗ്, എക്സ്റ്റേണൽ ലിങ്ക്സ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതിന്, അതുപോലെ കണ്ടന്റ് ID ക്ലൈമിനെല്ലാം അപ്പീൽ കൊടുക്കുന്നതിന്, അതുപോലെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുന്നതിന്, ഇതിനെല്ലാം തന്നെ ഈ അഡ്വാൻസ്ഡ് ഫീച്ചർ നമ്മുടെ ചാനലിൽ എനേബിൾ ചെയ്തിരിക്കണം. അഡ്വാൻസ്ഡ് ഫീച്ചർ നമ്മുടെ ചാനലിൽ എനേബിൾ ചെയ്യുന്ന മെത്തേഡ് ഏതെല്ലാം രീതിയിലാണ് എന്ന് നോക്കാം. പുതുതായി ഒരു ചാനൽ തുടങ്ങിയവർക്ക് വീഡിയോ വേരിഫിക്കേഷനിലൂടെ, അതായത് അവരുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് അതിൽ ക്യാമറ ഓപ്പൺ ചെയ്ത് ചെറിയ വീഡിയോ എല്ലാം ക്രിയേറ്റ് ചെയ്ത് വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമതായി വന്നിരിക്കുന്നതാണ് വാലിഡ് ID. അതായത് നമ്മുടെ ID, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് പാസ്പോർട്ട് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, ഇത്തരത്തിലുള്ള ഡോക്യുമെൻ്റ് എല്ലാം നമ്മൾ സെൻഡ് ചെയ്ത് നമുക്ക് ഈ ഒരു വേരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇനി മൂന്നാമതായി വന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് ചാനൽ ഹിസ്റ്ററി. ചാനൽ ഹിസ്റ്ററി നമുക്ക് എനേബിൾ ആകണമെങ്കിൽ, അതായത് ഒരു ചാനൽ തുടങ്ങി 2 മാസത്തിനടുത്തെല്ലാം എടുത്താണ് ചാനൽ ഹിസ്റ്ററി ക്രിയേറ്റ് ആവുക. അതായത് നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു 2 മാസം കൊണ്ടെല്ലാം നമ്മുടെ ചാനൽ ഹിസ്റ്ററി ക്രിയേറ്റ് ആവുകയും അതുവഴി നമ്മുടെ ചാനൽ വേരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ എൻ്റെ ഈ ചാനൽ ഞാൻ തുടങ്ങി 4 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ എനിക്ക് ചാനൽ ഹിസ്റ്ററി ഇവിടെ എനേബിൾ ആയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് ചാനൽ ഹിസ്റ്ററി ഇവിടെ എനേബിൾ ആയിരിക്കുന്നത് എന്ന് പറയാം. അതായത് ഞാൻ നേരത്തെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതൊരു സെക്കൻഡ് ചാനലായി ആഡ് ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ എൻ്റെ പഴയ ചാനൽ ആക്റ്റീവ് ആയതുകൊണ്ടും അതുപോലെ പ്രീവിയസ് ഹിസ്റ്ററി എനിക്കുള്ളത് കൊണ്ടുമാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ചാനൽ ഹിസ്റ്ററി എന്നത് ടിക്കായിരിക്കുന്നത്. അതായത് 2 മാസം തികയുന്നതിന് മുമ്പേ എനിക്ക് ചാനൽ ഹിസ്റ്ററി ടിക്കാവുകയും ഈ ഒരു ഫീച്ചർ എനേബിൾ ആയിട്ടുമുണ്ട്.
അപ്പോൾ നിങ്ങൾ രണ്ടാമതൊരു ചാനൽ തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ടാമത്തെ ചാനൽ ആദ്യത്തെ ചാനലിൽ ആഡ് ചെയ്ത് കൊടുത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ചാനൽ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇതുവഴി നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ഫീച്ചർ ആക്സസും നിങ്ങളുടെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത ചാനലിന് ലഭിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്